തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറിയാണ് പേരേറ്റിൽ പുലയൻ സ്വദേശികളായ അമ്മ രോഹിണി, മകൾ അഖില എന്നിവർ മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട റിക്കവറി വാഹനത്തിന്റെ ഡ്രൈവർക്കായി കല്ലമ്പലം പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 10:30 തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കണ്ട് മടങ്ങി വരികയായിരുന്ന ആളുകൾക്ക് നേരെ വാഹനം പാഞ്ഞുകയറുകയായിരുന്നു. കുട്ടിക്കട തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള പരിപാടി ഉണ്ടായിരുന്നു. ഗാനമേള തീർന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് തന്നെ കുറച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു റിക്കവറി വാഹനം വർക്കലെന്ന് കൗലൂരോട്ട് പോകുന്ന ഇതിലൂടെ വരികയും ഒരു പയ്യനെ ആദ്യം ഒരു സ്കൂട്ടറിൽ വന്ന ഒരു പയ്യൻ വക്കത്തുള്ള ഒരു പയ്യനെ ഇടിച്ചതിന് ശേഷം ആൾക്കാർ നടന്നു വരുന്നതിൻ്റെ ഇടയിലോട്ട് ഇടിച്ച് കയറുകയാണ് ചെയ്തത് വണ്ടി. രോഹിണി എന്ന് പറയുന്ന അമ്മ എൻ്റെ സുഹൃത്തിൻ്റെ ചേച്ചി തന്നെയാണ്. രോഹിണി മോളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ഉടനെ തന്നെ നമ്മളിവിടെ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇപ്പോൾ മോർച്ചറിലാണ്. ഇന്ന് ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഇന്ന് നടക്കും. മലപ്പുറം മാറക്കര പഞ്ചായത്തിലെ ആമ്പാറയിൽ ഇന്ന് രാവിലെയാണ് അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് ഇരുവരും മരിച്ചത്. ഇരുവരും സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞയുടൻ നാട്ടുകാരും മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇരുവരെയും ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നത്തുപടിയൻ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരണപ്പെട്ടത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.